നമുക്കൊപ്പം ഇപ്പോൾ MLA ചാണ്ടി ഉമ്മൻ ചേരുകയാണ്. ചാണ്ടി ഉമ്മൻ, ബിന്ദുവിൻ്റെ വീട്ടിലെത്തി വിശ്രുതനെയും മറ്റു കുടുംബാംഗങ്ങളെയും ഒക്കെ കാണുന്നത് ഞാൻ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. ഇനിയിപ്പോൾ ബിന്ദുവിന് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി, ബിന്ദു ഇല്ലാത്ത ആ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു നാഥനില്ലാത്ത കുടുംബമായി മാറുകയാണ്. വിശ്രുതനടക്കം ബിന്ദുവിനെ ഒരുപാട് ആശ്രയിച്ചാണ് മുന്നോട്ട് പോയിരുന്നത് എന്നുള്ളത് ആ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാണ്. എന്താണ് നമുക്ക് ആ കുടുംബത്തിന് ചെയ്തു കൊടുക്കാൻ സാധിക്കുക? അല്ല, ഞങ്ങൾ ആ ആവശ്യം ഉറക്കെ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. 25 ലക്ഷം രൂപ, ജോലി, ആ കുടുംബത്തെ ദത്തെടുക്കുക, അതുപോലെ തന്നെ ആ കുട്ടിയുടെ ചികിത്സാ ചെലവ്. ഇപ്പോൾ ആ കുട്ടിയെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്നില്ല, ആ കുട്ടിക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ചികിത്സ തേടണം എന്നുള്ളതാണ് എനിക്ക് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്. ഞാനിപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിനൊരു വാക്ക് കൊടുത്തു. ആ വാക്ക് എന്ന് പറഞ്ഞാൽ ആ വീട് പൂർത്തിയാക്കാനുള്ള 5 ലക്ഷം രൂപ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ കൊടുക്കുന്നതായിരിക്കും എന്ന് അദ്ദേഹത്തെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ കുടുംബത്തിന് എന്നെക്കൊണ്ട് ചെയ്യാവുന്ന, അല്ലെങ്കിൽ ഫൗണ്ടേഷന് ചെയ്യാൻ പറ്റുന്ന, അത് ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയുടെ പേരിലുള്ള ഫൗണ്ടേഷൻ, അദ്ദേഹം ഇന്ന് എന്തുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ള തുല്യമായി ഞാൻ കണക്കാക്കി അത് ചെയ്തു കൊടുക്കാൻ തീരുമാനിക്കുക. തീർച്ചയായും താങ്കളുടെ പിതാവ് ഇവരെയൊക്കെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. താങ്കളും ആ പാതയിൽ തന്നെ തുടരുന്നതിൽ, അങ്ങനെ സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷം ശ്രീ ചാണ്ടി ഉമ്മൻ. ബിന്ദുവിൻ്റെ ജോലി എന്തായിരുന്നു എന്നതടക്കം താങ്കൾക്കറിയാമല്ലോ. ദിവസം 350 രൂപ ദിവസവേതനം. ആ ദിവസവേതനം കൊണ്ടാണ് ആ കുടുംബം പുലർന്നിരുന്നത്. നവമിയുടെ ചികിത്സ, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമാണ്. ആ മകൾ പറഞ്ഞപ്പോഴെങ്കിലും രക്ഷിക്കാനൊന്ന് മുതിർന്നിരുന്നെങ്കിൽ ബിന്ദുവിന് ഈ അവസ്ഥ വരില്ലായിരുന്നുവെന്ന് വിശ്രുതൻ ഇന്നും രാവിലെ ഞങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറയുകയുണ്ടായി. ഈ കുടുംബത്തിനൊപ്പം നിൽക്കാൻ സംസ്ഥാന സർക്കാർ താങ്കളിപ്പോൾ പറഞ്ഞ രീതിയിലുള്ള ഒരു പ്രതികരണവും ഇതുവരെ നടത്തുന്നില്ലല്ലോ ശ്രീ ചാണ്ടി ഉമ്മൻ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കാര്യം ഇപ്പം ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ഒരു ഫൗണ്ടേഷൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ അതിനകത്ത് ഇൻവോൾവേ അല്ല. ഞാൻ ബെനിഫിഷ്യറിയെ കണ്ടെത്തും, അതിന് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ അവരും കോൺട്രാക്ടറും തമ്മിലുള്ള ഒരു ഇതാണ്. ഞാൻ അങ്ങനെ എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ കഴിഞ്ഞ 2 വർഷം കൊണ്ട് 50ഓളം വീടുകൾ ചെയ്ത് കുറേ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് വരുന്നത്. ഈ കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ ബെനിഫിഷ്യറിയെ കണ്ടെത്തി ഒരു കോൺട്രാക്ടറെ കൊണ്ട് ഇത് ബാക്കി പൂർത്തിയാക്കും. എനിക്ക് എൻ്റെ കാര്യം പറയാൻ സാധിക്കും. സർക്കാർ എന്ത് ചെയ്യുന്നു അവരുടെ മനസ്സാക്ഷിക്ക് ഞാൻ വിടുക. അവരുടെ മനസ്സാക്ഷി എന്ത് പറയുന്നു അവർ ചെയ്യട്ടെ. ഇവിടെ ഇങ്ങോട്ട് വരണമെന്നില്ല, ദൂരെ നിന്നും പ്രഖ്യാപനം നടത്താം. ആ പ്രഖ്യാപനത്തിന് കേരളം കാതോർത്തിരിക്കുകയാണ്, മനസ്സാക്ഷിക്ക് വിടുകയാണ്. ഇന്ന് ഈ ചിത കത്തി തീരുന്ന മുമ്പെങ്കിലും സർക്കാർ ദയ കാണിക്കണം.